ഒന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ആവും. നീ കാര്യം പറ. നിന്റെ ഭാര്യയാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. പ്രൗഢഗംഭീരയായ ഒരു സ്ത്രീ ഇവിടെ വന്ന് നിന്നെ കുറിച്ച് അന്വേഷിച്ചു. പ്രൗഢഗംഭീരയോ? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു നോക്കിയതാ. എന്തായാലും നിനക്കൊരു പണി വരുന്നുണ്ട്, അതുറപ്പാ. എന്റെ ഭാര്യയാണെന്ന് ഉറപ്പുണ്ടോ? എന്ന് തോന്നുന്നു. നീ കഴിച്ച ആഹാരം പോലെ ഫീൽ ചെയ്തു അവളുടെ ബോഡി അനാട്ടമി. നീ വെറുതെ ഇരിക്കുക സിനി. അങ്ങനെ അന്വേഷിച്ചു വരുന്ന ടൈപ്പ് ഒന്നുമില്ല അവള്. അത് നിനക്ക് തോന്നുന്നതാ. ഭർത്താവിനെ സംശയിച്ചു തുടങ്ങിയ പിന്നെ പെണ്ണു വെറും പെണ്ണാ. നീ ഇത് സൂക്ഷിച്ചോ, ഒരു ഡിവോഴ്സ് നോട്ടീസിന്റെ മണം അടിക്കുന്നുണ്ട്. സിനി, ഇത് കളിതമാശയല്ല. സീരിയസ് ആയിട്ടും ഗൗരി അന്വേഷിച്ചു വന്നോ? എന്ന് തോന്നുന്നു ഹരി. എന്റെ തോന്നലുകൾ ശരിയാവാറേ ഉള്ളൂ. മോളെ, ഇത് നമ്മുടെ വീടാ. വാ. ഇതാരാ അങ്ങളെ? മോള് കണ്ടിട്ടുണ്ട് ഇവിടെ, ഓർക്കാഞ്ഞിട്ടാ. ഇതാരാന്ന് മനസ്സിലായ മോക്ക്? എന്താ കുട്ടിയുടെ പേര്? ഗോപിക. ഹലോ. മോളെ, കൈ കൊടുക്ക്. ഈ കുട്ടിക്ക് ഒരു മാനേഴ്സോ ഇല്ലല്ലേ അങ്ങളെ? അതൊക്കെ ശരിയാക്കി എടുക്കാം നമുക്ക്. ഒടുവാ. സിധു, കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നോ? അതെ, കണ്ടില്ലേ, കൊണ്ടുവന്നു. അത് വേണ്ടിയിരുന്നില്ല സിധു. അതിനെന്താ മനസ്സേ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? ആരേ ഇല്ലാത്തത്? വേണുഗോപനും അയാളുടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? അവരുടെ കൂടെയല്ലേ ഈ കുട്ടി താമസിക്കേണ്ടത്? വേണുഗോപന്റെ കുട്ടിയല്ലേ ഇത്? അതിനുമപ്പുറം ഇവിടെ എനിക്ക് എന്റെ അനിയത്തിയുടെ കുട്ടിയാ. എന്തോ സംഭവിച്ചിട്ടുണ്ടോ മനസ്സേ? മോളുടെ ബുദ്ധിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല, ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. അംബികയെ കുറിച്ച് ഒരു വിവരം അറിഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് കുട്ടി വേണുഗോപന്റെ കൂടെയാ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾക്ക് കുട്ടി കൂടി പോയി കിട്ടുമ്പോ കൂടുതൽ സുഖാവില്ലേ? എന്തെങ്കിലും ആവട്ടെ, അവന്റെ കൂടെ എന്തായാലും കുട്ടീനെ താമസിപ്പിക്കില്ല. പിന്നെ ഇവിടെ എന്റെ കൂടെ താമസിക്കട്ടെ. ആ കുട്ടീനെ ഇവിടെ താമസിക്കാൻ പോവാണോ നമ്മുടെ കൂടെ? അറിയില്ല, അങ്ങനെയാ പറഞ്ഞിട്ട് പോയത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ആ കുട്ടിയുടെ ബിഹേവിയർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നും ശരിയാവില്ല മോളെ, ഇതൊന്നും ശരിയാവില്ല. ആണോ? അതെ, ഇതവൻ തന്നെ. അല്ല, എന്തല്ലാന്ന് എന്താ? നീയല്ലേ ഇസ്ലാമിനെ അപമാനിച്ചത്? അല്ല, ഇസ്ലാമിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കള്ളം പറയുന്നോടാ ഹമുക്കെ. നീ മുസ്ലിം പെങ്കുച്ചിന്റെ പർദ്ദ വെക്കുമല്ലടാ. നീ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കുമല്ലടാ. ഇല്ല, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. മര്യാദക്കൊക്കെ നടന്നില്ലെങ്കിൽ വെളിച്ചം കാണിക്കണതിനെ കേട്ടോ. മനസ്സിലായി, മനസ്സിലായി. ഇപ്പൊ ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ ഏരിയ കണ്ടുപോകരുത്.
മോളെ, എല്ലാം കൊണ്ടും നിനക്ക് അനുകൂലമായൊരു സമയമായത്. അംബികയും മോളും വേണുവിന്റെ ജീവിതത്തിൽ നിന്ന് പോയത് നിന്റെ നല്ല കാലത്തിനാ. ഇത് നീ പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ ദൈവം പോലും നിന്നെ കൈവിടും. ഞാൻ എന്തു വേണോന്ന് അങ്കിളി പറയുന്നത്? എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ നോക്കി. വേണു ഒന്ന് അടുക്കണ്ടേ? ആണിനെ അടുപ്പിച്ചു വെക്കാനുള്ള വിദ്യയൊക്കെ പഠിച്ചു വെക്കണം. ഈ അവസരത്തില് നീ അവന്റെ സ്നേഹവും സഹതാപവും പിടിച്ചു പറ്റാൻ നോക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാ പോരാ, നടക്കണം. അവനിപ്പോ ഇത്തിരി മാനസിക പ്രയാസത്തിലാ. നീ അത് മാറ്റിയെടുക്കണം. അവന്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കി നടത്തുന്നതായി അവന് തോന്നണം. ഞാൻ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്. പക്ഷേ വേണു എന്നെ തീർത്തും അവഗണിക്കുക. അതവന്റെ സ്വഭാവമാ. പെട്ടെന്നൊന്നും അടുക്കുകയല്ല. പ്രത്യേകിച്ച് അവന്റെ താല്പര്യങ്ങളൊക്കെ തീർന്നാ അവ ഒഴിവാക്കും. നീ അങ്ങനെ ഒഴിവായി പോവരുത്. വിടാതെ പുറകെ പിടിച്ചോ. അവന്റെ സ്വഭാവം മാറുന്നേ. ചെല്ലേ. കഷ്ടായിപ്പോയി. അംബിക ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്ത് സംഭവിച്ചെന്നെങ്കിലും അറിഞ്ഞാ മതിയായിരുന്നു, അല്ലേ വേണു? ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ സമാധാനിക്കാം. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ തന്നെ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. കുഞ്ഞിനെയെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ നോയിക്കൊള്ളാം. അംബികയുടെ സ്ഥാനത്തിന് ഞാനല്ലേ ഉള്ളൂ. അംബികയുടെ സ്ഥാനത്ത് അംബിക മാത്രം ഉണ്ടാവും. അവൾക്ക് പകരക്കാരിയാവാൻ നിനക്കൊരിക്കലും പറ്റില്ല. അങ്ങനെ പറയരുത് വേണു. ഗോപമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അംബികയേക്കാൾ വാത്സല്യത്തിൽ ഞാൻ വളർത്തിക്കൊള്ളാം. ഇത്തരം അടവുകളൊന്നും എന്റെ അടുത്ത് വില പോയില്ല മോളെ. നീ ചെല്ല്. ഇതെന്താ വേണു ഇങ്ങനെ? എന്റെ അടുത്ത് ഒരു അല്പം സ്നേഹം കാണിച്ചൂടെ? പോകാനുള്ളവര് പോയി, അതിനി ഓർത്തിരുന്നിട്ട് എന്ത് കാര്യം? അംബികയുടെ കാര്യമാണ് പറഞ്ഞെങ്കില് അവൾ എങ്ങും പോയിട്ടില്ല ഗിരു. നീ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നതോറും മനസ്സുകൊണ്ട് ഞാൻ അവളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. അതിനവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ? ഉണ്ട്. എന്റെ മനസ്സ് ഉറപ്പിച്ചു പറയുന്നു, അംബികയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഗൗരി ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാനിപ്പോ റെഗുലറായിട്ട് പോവാറില്ലല്ലോ. ചോദ്യം അതല്ല, ഇന്ന് പോയില്ലേ എന്നാണ്. ഇല്ല. മറ്റെവിടെയെങ്കിലും പോയിരുന്നോ? ഇതെന്താ പതിവില്ലാത്തൊരു ചോദ്യം? ഞാൻ പോയത് എവിടെയാണെന്ന് ആരോ പറഞ്ഞതുപോലെ. ഈ സിറ്റിയിൽ മുഴുവൻ അധികാരമുള്ളൊരു ഓഫീസറാണ് ഞാൻ. എന്നെ വിളിച്ച് എവിടെ പോകാൻ കഴിയും ഗൗരിക്ക്? എനിക്കൊന്നും ഒളിക്കാനില്ല ഹരി. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണോന്ന് മാത്രം. മനസ്സിലായില്ല? മനസ്സിലാവും. കളപ്പുരയ്ക്കൽ ഗൗരിയെ താമസിയാതെ ഹരിക്ക് ശരിക്കും മനസ്സിലാവും. ഈ 10 വർഷം കൊണ്ട് മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് കൂടുതൽ. സാന്ത്വനം ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആഴ്ച 2 ദിവസം പോവും.
ബാക്കി ദിവസങ്ങൾ എൻ്റെ പവിക്ക്, എൻ്റെ വീട്ടിന്, എൻ്റെ പറമ്പിലെ കൃഷിക്ക്. കൃഷി മതി എനിക്കും എൻ്റെ പവിക്കും ജീവിക്കാൻ. അതുകൊണ്ട് രോഗികളോടൊരു കൺസൾട്ടിങ് ഫീ പോലും വാങ്ങിക്കാറില്ല. സുഖം സ്വസ്ഥം. ആ ജീവിതത്തിലേക്കാണ് അമ്പയെടുത്ത് ചാടിയത്. എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് പേടിച്ചാ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. ആ ഷോക്കിലുള്ള ബോധക്കേടല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിന്റെ ശരിയായ പ്രൊസീജിയർ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ട്? നീ പറഞ്ഞ നിന്റെ കഥ വെച്ച് നോക്കിയാല് പോകാൻ ഒരിടവുമില്ല. അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്യണം മരിക്കാൻ. അതാണോ തീരുമാനം? അതല്ലേ നല്ലത്. ആർക്കും വേണ്ടാത്തൊരു ജന്മം എന്തിനാ? അങ്ങനെ പറയരുത്. നീ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നിന്റെ ഏട്ടൻ സിദ്ധാർത്ഥനുണ്ട്. നിനക്ക് ഉണ്ട്, എന്നും ഏട്ടനുണ്ടാവും. പക്ഷെ ഇനി ഏട്ടനെ കഷ്ടപ്പെടുത്താൻ ഞാനില്ല. എന്റെ മോളില്ലാത്തൊരു ലോകത്ത് എനിക്ക് ജീവിക്കുകയും വേണ്ട. മോളെ തിരിച്ചു കിട്ടിയാലോ അംബികെ? ജീവനോടെ ഇല്ലെന്ന് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ സ്ഥിരീകരിക്കുന്നതുവരെ നമുക്ക് പ്രതീക്ഷിച്ച് ജീവിച്ചൂടെ? ജീവിക്കണം. എന്റെ മനസ്സ് പറയുന്നു അവൾ ജീവനോടെ ഉണ്ട്. കഞ്ഞി റെഡി, കഞ്ഞി. അയ്യോ, എനിക്ക് വേണ്ട. അയ്യടാ, ഇത് ആന്റിക്കില്ല, എനിക്കോ? ഈ സ്പൂണിൽ നിന്ന് കൊഴുത്താ. എനിക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യ. എവിടെ ചെന്നാലും ആളുകൾ തുറച്ചു നോക്കുക. ചിലർ വഴക്കിടാൻ വരും, ചിലർ തല്ലാൻ വരും. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെ തീവ്രവാദികൾ ഉണ്ടാവുന്നതെന്ന്. മൈനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ദേ, അവളെന്റെ കൈ കിട്ടിയാണല്ലോ, അതോടെ തീരും അവളുടെ ഗർഭവും പ്രസവവും. നിന്റെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ അർജുന? അവളെ വളരെ സേഫ് ആയിട്ട് ഒളിപ്പിച്ചിരിക്കുക ഹരിശങ്കർ. നീ എന്ത് ചിന്തിക്കുമെന്ന് അയാളുടെ പോലീസ് ബുദ്ധിക്ക് അറിയാം. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? തീവ്രവാദിയായിട്ട് ജീവിക്കണോ? എടാ, ആളുകൾ ഇതൊക്കെ കുറെ കഴിയുമ്പോ മറക്കൂടാ. പക്ഷേ നമ്മൾ മറക്കരുത്. ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മുടെ ശത്രുക്കളായിരിക്കണം അവര്. ഓരോ ദിവസം ചെല്ലുന്തോറും പക കൂടിക്കൂടി വരണം. മതി കാർട്ടൂൺ കണ്ടത്. വാ, ഒന്ന് ആഹാരം കഴിച്ചേ. കൃത്യസമയത്ത് ആഹാരം കഴിച്ച് ശീലിക്കണം. TV ഓൺ ചെയ്ത് വച്ചാ പിന്നെ നിനക്ക് വേറൊന്നിലും ഒരു ശ്രദ്ധയില്ല. ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? ഈ പ്രായത്തിലെ പറഞ്ഞ് തോൽപ്പിക്കാൻ മിടുക്ക് കാണിച്ചോ? ഇരുന്ന് കഴിക്ക്. എനിക്കിതൊന്ന് എടുത്തു തരുമോ? നോ. ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തു കഴിക്കാനുള്ള പ്രായമായി അപ്പൂന്. അവനവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ നിൽക്കരുത്. ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ ഒറ്റയ്ക്ക് ഇരുന്നാ കഴിക്കുന്നേ? എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ശീലിക്കണമെന്ന് അമ്മ പറഞ്ഞ. മോള് ഇവിടെ ഇരിക്കേ. ഏയ് വേണ്ട വേണ്ട, മാമൻ എടുത്തു തരാം കേട്ടോ. ഈ കുട്ടിയെ
മോളെ പോലെ അല്ലല്ലോ ഇവള്. ഇത് സുഖമില്ലാത്ത കുട്ടിയല്ലേ? എന്താ അസുഖം? സംസാരിച്ചിരിക്കാതെ വേഗം കഴിക്കപ്പോ നീ. ഈ കുട്ടിക്ക് അങ്കിള് വാരി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ അമ്മ എന്താ എനിക്ക് ആഹാരം എടുത്തുപോലും തരാത്തത്? എനിക്ക് മതി. അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട, അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല. അപ്പോ മതിയായില്ലേ? എങ്ങനെയെങ്കിലും കുട്ടി ഒന്ന് ഡിസിപ്ലിൻ ആക്കാന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കില്ലല്ലേ? എഴുതി ഞാൻ എങ്ങനെയൊന്നും വിചാരിച്ചല്ല. എനിക്കാകെ മടുത്തു അമ്മേ. നഷ്ടപ്പെട്ട കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടെ നല്ലവനായിട്ട് ജീവിച്ചേനെ ഞാൻ. അമ്മയുടെ വാക്കുകളും അമ്മയുടെ മനസ്സും ഒന്നും തിരിച്ചറിഞ്ഞില്ല ഞാൻ. അച്ഛനായിരുന്നു റോൾ മോഡൽ. അച്ഛൻ പറഞ്ഞൊക്കെ വേദവാക്യമായിട്ട് കൊണ്ടുവിടണം. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നേടിയിട്ടില്ല. കുറെ കാശില്ലാതെ. ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ കാശിന് കടലാസിന്റെ വില പോലും ഇല്ല മോനെ. കാശല്ല വേണ്ടത്, മനസ്സമാധാനം. സുഖമായിട്ട് സ്വസ്ഥമായിട്ടും കിടന്നുറങ്ങാൻ പറ്റണം. നിന്റെ അച്ഛൻ പറ്റിച്ചും വെട്ടിച്ചും കൊള്ളപ്പലിശ വാങ്ങിച്ചും കുറെ കാശുണ്ടാക്കി. പക്ഷേ ഒരൊറ്റ ദിവസമെങ്കിലും അദ്ദേഹം മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. നിനക്കും ആ അവസ്ഥ ഉണ്ടാവരുത്. നീ പറഞ്ഞില്ലേ കഴിഞ്ഞുപോയ കാലങ്ങൾ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് ജീവിക്കായിരുന്നെന്ന്. അത് വെറും തോന്നലുകളാ. അങ്ങനെ കാലമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങിയാ മതി. ദാ ഇപ്പൊ മുതല്. നല്ലവനാവാൻ നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്നതാ കുഴപ്പം. ഇന്നു മുതൽ നല്ല മനസ്സോടെ ജീവിക്കുമെന്നങ്ങ് വിചാരിച്ചാ മതി. എന്റെ ജീവിതം സ്വസ്ഥമാണെങ്കിൽ ഗീതു വീട്ടിൽ നിന്ന് പോണം. അവളിവിടെ ഉള്ളിടത്തോളം കാലം മനസ്സമാധാനം കിട്ടില്ല. ഇറക്കി വിടണം. അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും സിദ്ധു അങ്കിളിന്റെ ആരാ ആ കുട്ടി? സിദ്ധു അങ്കിളിന്റെ അനിയത്തിയുടെ മോള. ആ കുട്ടിയുടെ എന്ത് സ്നേഹ സിദ്ധു അങ്കിളിന്? അതേപോലെ അമ്മേനെ സ്നേഹിക്കാത്തെന്താ? ആര് പറഞ്ഞു സ്നേഹിക്കുന്നില്ലാന്ന്? സ്നേഹം ഒരുപാട് കാണിക്കാൻ അമ്മയ്ക്ക് അറിയില്ലെന്നേ ഉള്ളൂ. ഒരുപാട് സ്നേഹം കാണിക്കുന്നതേ കള്ളത്തരോ. അത് തിരിച്ചറിയാൻ നമ്മൾ ചിലപ്പോ വൈകുമെന്ന് മാത്രം. നീ എന്നെ കുറിച്ചാണോ ഗൗരി പറയുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിലതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഒരു കാര്യമില്ല. നീയും മോളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും. എന്നെ എന്റെ അച്ഛനെ വലിയ ഇഷ്ടാ. അതേടി, എനിക്ക് മാത്രം ആരെ ഇഷ്ടമല്ലാത്തത്. അല്ലെങ്കിലും കുറെ കാലമായി എനിക്ക് തോന്നി തുടങ്ങിയതാ ഞാൻ മാത്രം ഒറ്റപ്പെടുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ എല്ലാം ഇട്ടറിഞ്ഞൊരു പോക്ക് പോകും ഗൗരി. പിന്നെ എന്നെ ഒന്ന് കാണണമെങ്കിൽ കളപ്പുരക്കലെ തറവാടിന്റെ മുറ്റത്ത് വന്ന് കെഞ്ചണം. എന്നോടല്ല, കളപ്പുരക്കൽ കരുണാകരനോടും എന്റെ അച്ഛനോടും. ഈ അമ്മ എന്താ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെട്ടതൊന്നുമല്ല, അമ്മ സ്നേഹിക്കുന്നത് ഇങ്ങനെയാ. അതെ, മോൾ ആരുടെ ഒരു സാധനം എടുക്കരുത് കേട്ടോ. എന്ത് വേണേലും മാമനോട് ചോദിച്ചാൽ മതി. ഇവിടെ എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെടണമെന്നില്ല. ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും കേട്ടോണ്ട് നിന്നാ മതി. മാമ നോക്കിക്കോളെ എല്ലാം. അങ്ങോട്ട് കിടന്നോ. നല്ല കുട്ടിയായിട്ട് കിടന്നോണേ. മോള് കുറച്ചുകൂടെ അടുത്തേക്ക് കിടന്നേ. എന്റെ മോൾ എന്തെങ്കിലും ഒന്ന് പറ മാമനോട്. വായി
നിറച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറ. വേണ്ട, സങ്കടപ്പെടണ്ട. മാമൻ എടുത്തില്ലേ? പിന്നെന്താ? പേടിക്കണ്ട, ഉറങ്ങിക്കോ. ഇരുട്ട് ചവിട്ടി ഭൂതഗണങ്ങൾ വരും മുമ്പ് മാമനൊരു താരാട്ടുപാടി അമ്പിളി മാമനെ കാട്ടിത്തരാം. പിന്നെ ഒരാളും വന്ന് പേടിപ്പിക്കില്ല. ഉറങ്ങിക്കോ.